നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അറിവാണ് വ്യക്തികളെ സ്വതന്ത്രരാക്കുന്നതെന്നും അറിവ് നേടാൻ എത്ര കഠിന പ്രയത്നവും നടത്തണമെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി കെ.എ. തുളസി. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും മന്ത്രി. അറ്റകുറ്റപ്പണികൾക്കായി അടച്ച കമ്പംമെട്ട് കമ്പം ചുരം പാത നാളെ തുറക്കും. നാളെ രാവിലെ 6 മണി മുതൽ ചെറുവാഹനങ്ങൾ കടത്തിവിടും. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ, ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. മോഷണം പോയ ബൈക്കും മോഷ്ടാക്കളെയും മുരിക്കാശ്ശേരി പോലീസ് പിടികൂടി. മുക്കടം ഉദയംചേരിൽ ആനന്ദ് ശിവദാസ്, കൊന്നത്തടി വെളിയനാട്ട് അഖിൽ സാബു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കമ്പളികണ്ടത്ത് വെച്ച് പോലീസ് പിടികൂടിയത്. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫിന്റെ പേരിൽ തനിക്കും വ്യാജ കോൾ വന്നെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് തനിക്ക് താൽപര്യമുള്ളയാളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്നായിരുന്നു വാഗ്ദാനം. ജൂലൈ 10-ാം തീയതിയാണ് കോൾ വന്നത്. വിശദമായ വാർത്തകളിലേക്ക്. അറിവാണ് വ്യക്തികളെ സ്വതന്ത്രരാക്കുന്നത് എന്നും അറിവ് നേടാൻ എത്ര കഠിന പ്രയത്നവും നടത്തണമെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി കെ.എ. തുളസി പറഞ്ഞു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ SC/ST വിഭാഗങ്ങളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് ഇടുക്കി തടിയമ്പാട് സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അറിവ് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നും ഓരോരുത്തരെയും സ്വതന്ത്ര വ്യക്തിയാക്കി മാറ്റുന്നത് അറിവ് തന്നെയാണെന്നും അറിവ് നേടുന്നതിനായി എന്ത് കഠിന പ്രയത്നവും ചെയ്യണമെന്നും സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വകുപ്പ് മന്ത്രി തുളസി പറഞ്ഞു. ഭൗതിക സൗകര്യങ്ങളും നാം സമ്പാദിക്കുന്ന ധനവുമൊക്കെ പല സാഹചര്യങ്ങളിലും നമുക്ക് നഷ്ടപ്പെടുമെന്നും എന്നാൽ നാം നേടുന്ന വിദ്യാഭ്യാസം അറിവുമൊക്കെ വ്യക്തി ജീവിതത്തിന് ഉതകുന്ന വിധം നിലനിൽക്കുമെന്നും മന്ത്രി കെ. തുളസി പറഞ്ഞു. ഏറ്റവും നന്നായിട്ട് പഠിക്കണം. നമ്മൾ നേടിയെടുക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള അറിവുകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ സൗന്ദര്യം കുറച്ചു കഴിയുമ്പോൾ നശിച്ചു പോകും. നമ്മുടെ കണ്ടമിടറാത്ത ശബ്ദം നമ്മളെ വിട്ടുപോകും. ഇതുപോലെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വയസ്സാകുമ്പോൾ വരും. അതുപോലെ പണം കൂടുതലായിട്ട് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു രോഗം വന്നാൽ തന്നെ നമ്മളുടെ കൈകളിൽ നിന്ന് വിവിധ ആശുപത്രികളിലേക്ക് പോകും. പക്ഷെ നമ്മളെ കൈവിട്ടു പോകാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ നേടിയെടുക്കുന്ന അറിവ്. ആ അറിവാണ് നമ്മളെ ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ട് മാറ്റുന്നത്. ആ വ്യക്തിത്വമാണ് ഈ സമൂഹത്തിൽ മറ്റാളുകളോടൊപ്പം ഞങ്ങൾ ആരെക്കാളും പിന്നിലല്ല, ഞങ്ങൾ മുന്നിലുമല്ല, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്ന് ആത്മാഭിമാനത്തോടെ പ്രഖ്യാപിക്കാൻ. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന 6 പഞ്ചായത്തുകളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി അധ്യക്ഷത വഹിച്ചു. റോയ്ക്ക പൗലോസ് MLA വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. ദേവികുളം MLA F. രാജ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഷൗജമോൾ P. കോയ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ജിമ്മി, കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് കോമള മോഹൻദാസ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു, വാത്തുകുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. സിറ്റിവിഷൻ ഇടുക്കി. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മന്ത്രി കെ.എ. തുളസി. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പുകളുടെ ഇടുക്കി ജില്ലാതല അവലോകന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രവർത്തനത്തിലെ വീഴ്ച മൂലമോ ഉദ്യോഗസ്ഥരുടെ ജാഗ്രത കുറവ് മൂലമോ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് നഷ്ടമാകുന്നത് അനുവദിക്കുവാനാകില്ല. വീട്, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകാതെ നിരവധി പേർ ഇനിയും നാട്ടിലുണ്ട്. ഈ സാഹചര്യത്തിലും കോടിക്കണക്കിന് രൂപയുടെ വികസന ഫണ്ട് പാഴായി പോകുന്നു. ഇത് ഒഴിവാക്കേണ്ടതുണ്ട്. പട്ടിക വകുപ്പുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന പരാതികൾ പരിഹരിക്കുവാൻ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പ്രവർത്തനത്തിന്റെ പോരായ്മ കൊണ്ട്, നമ്മുടെ ഒരു ജാഗ്രത കുറവ് കൊണ്ട്, നമ്മുടേതായിട്ടുള്ള ഒരു വീഴ്ച കൊണ്ട് അത്തരത്തിൽ ഫണ്ടുകൾ പാഴായി പോയി അല്ലെങ്കിൽ വക മാറിപ്പോയി എന്ന തരത്തിൽ മറ്റാർക്കും വിമർശിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ട് എന്നുള്ളത് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഒക്കെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വകുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഒരു വലിയ വകുപ്പാണ്. ഏറ്റവും കൂടുതൽ ഫണ്ടിങ് ഉള്ള വകുപ്പാണ്. ഏറ്റവും താഴെത്തട്ടിലുള്ള പാവപ്പെട്ട ആളുകൾ
നിരന്തരമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് കൂടിയാണ്. ITDP പ്രോജക്ട് ഓഫീസറും ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറും പട്ടികവർഗ മേഖലയിലെ പദ്ധതികൾ യോഗത്തിൽ വിശദീകരിച്ചു. മറയൂർ പഞ്ചായത്തിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ട്രൈബൽ മ്യൂസിയം കെട്ടിടം പട്ടികവർഗ വികസന വകുപ്പ് ഏറ്റെടുത്ത മാതൃകാ പദ്ധതിയായി വികസിപ്പിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. ഇതിനായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്നത് ഉചിതമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആദിവാസി വിഭാഗങ്ങൾ കൂടുതലുള്ള അടിമാലിയിൽ കൂടുതൽ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിക്കണം. ഇതിനായി സംസ്ഥാന സർക്കാർ ശുപാർശ നൽകണമെന്നും MP ആവശ്യപ്പെട്ടു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ റോയ് കെ പൗലോസ് MLA അധ്യക്ഷത വഹിച്ചു. MLAമാരായ F രാജ, സേനാപതി വേണു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A നസീം, പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ D ധർമ്മലശ്രീ, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ്, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. അറ്റകുറ്റപ്പണികൾക്കായി അടച്ച കമ്പംമേട്ട് കമ്പം ചുരം പാത നാളെ തുറക്കും. നാളെ രാവിലെ 6 മണി മുതൽ ചെറുവാഹനങ്ങൾ കടത്തിവിടും. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. ബസ്സുകൾ, ജീപ്പുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയെ റോഡ് ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചു. മോഷണം പോയ ബൈക്കും മോഷ്ടാക്കളെയും മുരിക്കാശ്ശേരി പോലീസ് പിടികൂടി. മുക്കുടം മുതിയംചേരിയിൽ ആനന്ദ് ശിവദാസ്, കൊന്നത്തടി വെളിയനാട് അഖിൽ സാബു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കമ്പിളികണ്ടത്ത് വെച്ച് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് വാത്തുക്കുടി ചെമ്പകപ്പാറ സ്വദേശിയുടെ ബൈക്ക് മുരിക്കാശ്ശേരി ടൗൺ ജംഗ്ഷന് സമീപം പാർക്ക് ചെയ്തിടത്തു നിന്നും മോഷണം പോയത്. പരാതി ലഭിച്ച 1 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇതേ നമ്പറിലുള്ള ബൈക്ക് കമ്പിളികണ്ടത്ത് പോലീസ് കണ്ടെത്തുന്നത്. ബൈക്ക് ഉപയോഗിച്ചിരുന്ന മുക്കടം ഉദയംചേരിയിൽ ആനന്ദ് ശിവദാസ്, കൊന്നത്തടി വെള്ളിയനാട്ട് അഖിൽ സാബു എന്നിവരെ ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ ബൈക്ക് മോഷ്ടിച്ചതാണെന്ന് സമ്മതിച്ചു. ഇടുക്കി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതികളെ ഹാജരാക്കി. കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തു. കമ്പിളികണ്ടത്തു നിന്നും പരിസരങ്ങളിൽ നിന്നും നടന്ന പല മോഷണ കേസുകളിലും ഇവർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. സിറ്റി വിഷൻ, ഇടുക്കി. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫിന്റെ പേരിൽ തനിക്കും വ്യാജ കോൾ വന്നെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് തനിക്ക് താല്പര്യമുള്ളയാളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്നായിരുന്നു വാഗ്ദാനം. ജൂലൈ 10-ാം തീയതിയാണ് കോൾ വന്നത്. ഇക്കാര്യം അപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിനെ അറിയിച്ചു. വ്യാജ കോളാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയെന്നും ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ പറഞ്ഞു. ജൂലൈ 10-ാം തീയതിയാണ് കോൾ വന്നത്. അപ്പോൾ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് തട്ടിപ്പാണെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഒരു ഗൗരവത്തിലെടുത്തിട്ട് ബഹുമാനിയായ പ്രിയങ്ക ഗാന്ധി മാഡത്തിൻ്റെ സെക്രട്ടറി രാജ്കുമാറിൻ്റെ റെഫറൻസ് പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹം പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ആ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച്, കാരണം രാജ്കുമാറുമായിട്ട് എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇങ്ങനെ താങ്കളുടെ പേര് പറഞ്ഞ് ഇന്നയാൾ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അതായത് വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് വന്നു. അപ്പോൾ ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അതിൽ 5ഉം കോൺഗ്രസ് MLAമാരാണ് വിജയിച്ച് വന്നിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ്സിനൊരു പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ നിന്നൊരു പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. ആ കാര്യത്തിൽ പാർട്ടി നിഷേധാത്മകമായൊരു സമീപനമാണ് സ്വീകരിച്ചത്. അപ്പോൾ ഒരു ആളെ, ഞാൻ പറയുന്ന ആളെ, ഞാനിപ്പോൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ MP എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ സജീവമായി നിന്നയാളെന്നുള്ള നിലയ്ക്ക് വിജയിച്ച് വന്ന MLAമാരിൽ എനിക്കിഷ്ടമുള്ള ഒരാളെ മന്ത്രിയാക്കി തരാമെന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്ന ഓഫർ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഇത് തട്ടിപ്പാണെന്നുള്ളത്. പിന്നെ അപ്പോൾ ഈ പറഞ്ഞതുപോലെ അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിപ്പോൾ ഒരാഴ്ചയല്ലേ ആയുള്ളൂ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട്, പിന്നെ എങ്ങനെയാണ് പുതിയ മന്ത്രി ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ മാഡം വിചാരിച്ചാൽ ഇപ്പോൾ നടക്കുന്ന കാര്യമുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഇത് ഏത് വിധത്തിലുള്ള കോളാണെന്നുള്ളതൊക്കെ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഞാനപ്പോൾ തന്നെ പൈസയൊന്നും എന്നോട് പറഞ്ഞു, ഞാൻ അതിലേക്കൊന്നും പോയില്ല. ഈ പറഞ്ഞതുപോലെ അപ്പോൾ തന്നെ ഞാൻ കോൾ മതിയാക്കി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. രാജ്കുമാറിനെ എനിക്ക് നല്ല പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇന്ന നമ്പറിൽ നിന്നും ഇങ്ങനെ ഒരാൾ ഇന്ന പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്, ഇന്നതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വിദ്യാ ബാലകൃഷ്ണൻ MLAക്ക് ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ട്, ഷാഫി പറമ്പലിന് ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ കേസ് മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നുണ്ട് എന്ന് രാജ്കുമാർ എന്നെ ബോധ്യപ്പെടുത്തി. അപ്പോൾ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ അവിടെ കൊണ്ട് നടന്നു എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. പിന്നെ അതുകൊണ്ട് ഞാൻ ആരോടും പുറത്ത് പറഞ്ഞില്ല. അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ പരാതി മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ്. MP എന്ന നിലയിൽ വേറെ പരാതികളും കൊടുക്കണം? അല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം രാജ്കുമാറിൻ്റെ പേര് പറഞ്ഞ് വിളിച്ച കോൾ, അദ്ദേഹം തന്നെ പരാതിക്കാരനാണ്.
അദ്ദേഹം ആ കേസിന് പിന്നിലുണ്ട്, അല്ലെങ്കിൽ ആ പരാതിയുടെ പിന്നിലുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനെ സംബന്ധിച്ച് ആര് വേണമെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ തയ്യാറാണ്. എൻ്റെ കയ്യിൽ ഡേറ്റാസ് ഉണ്ട്, എൻ്റെ ഫോണിലുണ്ട്. നോക്കിക്കഴിയുമ്പോൾ ജൂലൈ മാസം 10-ാം തീയതിയാണ് കോൾ വന്നിട്ടുള്ളത്. അത് ഞാൻ കൊടുക്കും. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ തൂഫാൻ 1 മില്യൺ ഗോൾ ചലഞ്ചിന്റെ ഭാഗമായി ഉദയഗിരി സെന്റ് മേരീസ് UP സ്കൂളിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ മത്സരങ്ങൾ മാനേജർ ഫാദർ ജോബി പൂവത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ആവേശം ലഹരി വിരുദ്ധ പോരാട്ടമാക്കി മാറ്റുവാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ 1 മില്യൺ ഗോൾ ചലഞ്ചിന്റെ ഭാഗമായാണ് ഉദയഗിരി സെന്റ് മേരീസ് UP സ്കൂളിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. ലഹരിക്ക് പറയൂ നോ, ലഹരിക്കെതിരെ കളിക്കളത്തിൽ എന്ന മുദ്രാവാക്യത്തോടെയാണ് ഗ്രൗണ്ടിൽ മത്സരങ്ങൾ ആരംഭിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ജോബി പൂവത്തിങ്കൽ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് ഉദയഗിരി സെന്റ് മേരീസ് UP സ്കൂളിലെ കുട്ടികൾ ഈ ദിവസം ഒരു ദിവസം മുഴുവനും അവരുടെ സ്പോർട്സ് ഡേയുടെ ഭാഗമായി ഇന്ന് വേൾഡ് കപ്പിന്റെ അതിന്റെ ഭാഗമായി തന്നെ മത്സരം നടത്തുകയായിരുന്നു. ഈ ഫുട്ബോൾ മത്സരത്തിന്റെ കായിക മാമാങ്കത്തിൽ അവിടെ ആവശ്യമായിട്ട് മെസ്സിയെ പോലും വേണ്ടുന്ന രീതിയിലുള്ള ആളുകളും കളിക്കാരും മെസ്സിനേക്കാളും വലിയ ഗോളിമാരും ഒക്കെ തകർത്താടിയ ദിവസമാണ് ഇന്ന്. വളരെ വിജയകരമായിട്ട് ഇന്ന് ദിവസം ഒരു ആഘോഷിച്ചു. മത്സരത്തിൽ സ്കൂളിലെ 4 ഹൗസുകളിൽ നിന്നുമായി 60-ലധികം കുട്ടികൾ പങ്കെടുത്തു. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ബ്ലസ്റ്റി അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ ബോബിൻ ജോസ്, നിതിൻ സെബാസ്റ്റ്യൻ, ആൽഫ്രഡ് ഔസെബ്, അപ്പുകുട്ടൻ T എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഇടുക്കി. ജാതിമത വേർതിരിവുകൾക്കപ്പുറം മനുഷ്യത്വത്തിന്റെ അപൂർവ മാതൃകയായി ഇടുക്കി ചെറുതോണിയിലെ തിലകാശി പീഠം പൊതുശ്മശാനം. ചെറുതോണി ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള ഈ ശ്മശാനം എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും അവരുടെ ആചാരപ്രകാരം അന്തിമ സംസ്കാരം നടത്താൻ സൗകര്യമൊരുക്കി ശ്രദ്ധേയമാവുകയാണ്.
ഇടുക്കി അണക്കെട്ടിന് സമീപം കുറത്തിമലയെ അഭിമുഖീകരിക്കുന്ന ചെറുതോണി ഗാന്ധിനഗർ മലമുകളിലാണ് ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര ട്രസ്റ്റിന് കീഴിൽ 2009 തിലകാശിപീഠം പൊതുശ്മശാനം പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒരു ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതും ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഒരുപോലെ സംസ്കാര സൗകര്യം ഒരുക്കുന്ന അപൂർവം ശ്മശാനങ്ങളിൽ ഒന്നാണിത്. ആരംഭകാലത്ത് ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് വിവിധ സമുദായങ്ങളെ ഉൾപ്പെടുത്തി ട്രസ്റ്റ് വിപുലീകരിച്ചതോടെ ജാതിമത ഭേദമന്യേ ഏതു വിശ്വാസത്തിലുള്ളവർക്കും ആചാരപ്രകാരം സംസ്കാരം നടത്താൻ അനുമതി നൽകുകയായിരുന്നു. ഐശ്വര്യമുള്ളവരെ സംബന്ധിച്ചോളം ഇപ്പോൾ മറ്റു മതസ്ഥരാണെന്ന് കരുതുക, അപ്പോൾ അവിടെ ആളും ബഹളവും ഒക്കെ കാണും. ആരുമില്ലാത്തവർക്ക് ആരുമില്ലല്ലോ. പിന്നെ ആ കൂട്ടത്തിൽ മരിച്ചിട്ടുള്ള ഇപ്പോൾ ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും അവർക്ക് പറ്റാവുന്ന ഓഫീസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലി അവിടെ നടക്കുന്നത്. അങ്ങനെ ദയിപ്പിക്കേണ്ട ആഗ്രഹിക്കുന്നവർക്ക് അതനുസരിച്ച് ചെയ്യാം എന്നുള്ളതാണ്. സാമ്പത്തികം ഒട്ടുമില്ലാത്ത ആൾക്കാരുടെ കാര്യങ്ങൾ ക്ഷേത്ര കമ്മിറ്റി നേരിട്ട് ഡയറക്റ്റ് ചെയ്യും. അത് അവരുടെ ആചാരങ്ങൾ എന്താണോ അതനുസരിച്ചിട്ട് നടത്തിയിട്ടോട്ടെ. പിന്നെ നമുക്ക് ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ ഒരു ഭാരതീയമായിട്ട് ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ നമുക്ക്. അതായത് ലോകമേ തറവാട്, ഇല്ലെങ്കിൽ ലോക സമസ്ത സുഖനോ ഭവന്തു എന്നൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. വെറുമൊരു ശ്മശാനം എന്നതിലുപരി പൂർണ്ണമായ പിന്തുണയാണ് ട്രസ്റ്റ് ഇവിടെ നൽകുന്നത്. ചടങ്ങുകൾക്ക് ആവശ്യമായ സാമഗ്രികൾ, വാഹന സൗകര്യം, ശ്മശാന പരിപാലനം എല്ലാം ട്രസ്റ്റ് തന്നെ ഏകോപിപ്പിക്കും. ബന്ധുക്കൾ ആഗ്രഹിക്കുന്ന പക്ഷം പേരും തീയതിയും രേഖപ്പെടുത്തിയ ഫലകങ്ങൾ സ്ഥാപിക്കുവാനും അനുമതിയുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ആംബുലൻസ് ചെലവുകൾ ഉൾപ്പെടെ സൗജന്യമായി ട്രസ്റ്റ് വഹിക്കാറുമുണ്ട്. അനാഥ മൃതദേഹങ്ങളും പോലീസ് നടപടികൾക്ക് ശേഷം ഇവിടെ ആദരവോടെ സംസ്കരിക്കുന്നു. ക്ഷേത്രവളപ്പിലെ ഏലകൃഷിയിൽ നിന്നും മറ്റ് കാർഷിക വിളകളിൽ നിന്നുമുള്ള വരുമാനമാണ് ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ട്രസ്റ്റ് വിനിയോഗിക്കുന്നത്. മനുഷ്യന്റെ അന്തിമയാത്ര പോലും ഇന്ന് മതിലുകൾക്കുള്ളിൽ പൂട്ടിക്കിടക്കുമ്പോൾ മരണാനന്തരമെങ്കിലും എല്ലാവർക്കും തുല്യമായ ബഹുമാനവും വിടവാങ്ങലും ഉറപ്പാക്കുകയാണ് തിലകാശിപീഠം. മതാതീത ചിന്തയും സാമൂഹിക ഐക്യവും ഉയർത്തിപ്പിടിക്കുന്ന പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഈ പ്രവർത്തനം ഇടുക്കിയുടെ ചരിത്രത്തിൽ തന്നെ വേറിട്ടൊരു മാതൃകയായി മാറുകയാണ്. സിറ്റി വിഷൻ, ഇടുക്കി. രാജക്കാട് പഞ്ചായത്ത് 8ാം വാർഡ് ഗ്രാമസഭ നടത്തി. ബസ് സ്റ്റാൻഡ് ഹാളിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാജക്കാട് പഞ്ചായത്ത് 8ാം വാർഡിലെ ഗുണഭോക്തൃ ഗ്രാമസഭ നടത്തി. ബസ് സ്റ്റാൻഡ് ഹാളിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പറയുവാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അംഗത്തിനും യാതൊരു മറയുമില്ലാതെ ചോദിക്കുവാനുള്ള അവകാശം ഉള്ള ഒരു സഭയാണ് ഗ്രാമസഭ. അതിന് മറുപടി പറയേണ്ട ആളുകൾ തന്നെയാണ് ഈ ഭരണസമിതി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു വാക്കുകൊണ്ടെങ്കിലും നിങ്ങളിലേക്ക് സഹായം എത്തിക്കുക, നിങ്ങളെ ഒന്ന് സഹായിക്കുക, നിങ്ങളെ ഒന്ന് സേവിക്കുക. അതാണ് ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായി ഞങ്ങൾ ഓരോരുത്തരും നിലകൊള്ളുന്നത്. പൊതുവായിട്ടുള്ള ധാരണകൾ നമ്മുടെ വാർഡിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാവർക്കും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കാതെ ഈ ഗ്രാമസഭയ്ക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം TK സുജിത് അധ്യക്ഷത വഹിച്ചു. 8ാം വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴി സ്വാഗതവും 1ാം വാർഡ് മെമ്പർ ബാബു കൊച്ചുപുര നന്ദിയും അർപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട്, ബ്ലോക്ക് മെമ്പർ വിപിൻ സി അഗസ്റ്റിൻ, പഞ്ചായത്ത് അംഗങ്ങളായ മിനി ബേബി, സന്ധ്യ ബൈജു, സുധീർ കോട്ടക്കുടി, ശ്രീജ സനൽ, ഗീത പ്രസാദ്, CDS ചെയർപേഴ്സൺ ബിജി സന്തോഷ്, CDS മെമ്പർ മിനി സുരേന്ദ്രൻ, ജീവനക്കാരായ റീനമോൾ ജിജോ, അനസ്, ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. നിരവധി പേർ ഗ്രാമസഭായോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണ ഗ്രാമിന് 13,065 രൂപ, പവന് 1,04,520 രൂപ, വെള്ളി ഗ്രാമിന് 235 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
അറിവാണ് വ്യക്തികളെ സ്വതന്ത്രരാക്കുന്നതെന്നും അറിവ് നേടാൻ എത്ര കഠിന പ്രയത്നവും നടത്തണമെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി KA തുളസി. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും മന്ത്രി. അറ്റകുറ്റപ്പണികൾക്കായി അടച്ച കമ്പംമെട്ട് കമ്പം ചുരം പാത നാളെ തുറക്കും. നാളെ രാവിലെ 6 മണി മുതൽ ചെറുവാഹനങ്ങൾ കടത്തിവിടും. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ, ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. മോഷണം പോയ ബൈക്കും മോഷ്ടാക്കളെയും മുരിക്കാശ്ശേരി പോലീസ് പിടികൂടി. മുക്കടം ഉദയംചേരിൽ ആനന്ദ് ശിവദാസ്, കൊന്നത്തടി വെളിയനാട്ട് അഖിൽ സാബു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കമ്പളികണ്ടത്ത് വെച്ച് പോലീസ് പിടികൂടിയത്. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫിന്റെ പേരിൽ തനിക്കും വ്യാജ കോൾ വന്നെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് തനിക്ക് താൽപര്യമുള്ളയാളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്നായിരുന്നു വാഗ്ദാനം. ജൂലൈ 10-ാം തീയതിയാണ് കോൾ വന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.